ഇത് എൻ്റെ കഥയല്ല, എന്നെപ്പോലെ അവസരം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതം. ടൂർണമെന്റിന് വേദിയായ രാജ്യം ഏതാണ്? UAE. ആണ്. വളരെ ഇമ്പോർട്ടന്റ് പ്രസ്താവന രീതിയിൽ ചോദിക്കുന്നത്. ടൂർണമെന്റിന്റെ വേദിയുടെ മാൻ ഓഫ് ദ ടൂർണമെന്റ് ആരാണ്? നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ നോക്കിയതാ ഇല്ല, അതിന്റെ ദിവസം അറിയില്ല. ഓക്കെ, ഒന്നുമില്ല. റിസൾട്ട് ആദ്യം കയറിയില്ല. കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു. മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റില്ല. നോക്കും, കുഴപ്പമില്ല. വേറൊരു റിസൾട്ട് കൂടെ നോക്കാനുണ്ട്. അത് ഞാൻ റെഡിയാക്കും. ഞാൻ വരാം. നോക്കാം. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കണേ? ഞാൻ അമ്മാവന്റെ വീട്ടില്. അല്ല, എന്താ റിസൾട്ട്? അതൊന്നും വലിയ കാര്യമില്ല. കയറാൻ പറ്റിയില്ല? ഇല്ല. നിന്റെയൊക്കെ എന്തൊരു ഭാഗ്യമാടാ. ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചാണ്. നിന്നേക്കാളും കൂടുതൽ മാർക്കുണ്ട്. നീയൊക്കെ ഈ റിസർവേഷൻസ് ഉള്ളതുകൊണ്ട് നിനക്കൊക്കെ സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റും. പോരാത്തതിന് നിന്റെ അപ്പനാണെങ്കിൽ സർക്കാർ ഉദ്യോഗം. എന്നെ പോലുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് എന്തൊരു നിർഭാഗ്യന്മാരാടാ. അതനൂപ, അത് ഞങ്ങൾക്ക് ഈ ഭരണഘടന നൽകുന്ന അവകാശം. ഈ അവകാശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടേ? നമ്മളെ പോലെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്കായാലും ഈ ഒരു സംഭവം വരണ്ടേ? നമ്മുടെ നാട്ടിൽ ഈ ജോലിയൊക്കെ നിശ്ചയിക്കണ ജാതിയും അതോ നോക്കിയിട്ടാണ്, അല്ലാതെ പൈസ ഉള്ളതെന്നോ പൈസ ഇല്ലാത്തതെന്നോ നോക്കിയിട്ടൊന്നല്ല. അല്ല, നീ എന്തിനീ അങ്ങോട്ട് വീട്ടിൽ പോണ്? നിനക്ക് സാധാരണ അങ്ങോട്ട് പോകണ അത്ര ഇഷ്ടമുള്ള വയസ്സൊന്നല്ലായിരുന്നല്ലോ. സ്ഥിരം നമ്മുടെ ബന്ധുക്കൾ വർത്താനാണ്. ജോലി ആയില്ലേ, ജോലി കിട്ടിയില്ലേ, ജോലിക്ക് പോണില്ലേ, അതിനൊന്നും പരിഹാരമായിട്ട് 2 ലഡു കൊടുക്കാൻ വേണ്ടി പോണതാണ്. നല്ല കാര്യം. അപ്പൊ ഓക്കേടാ, ശരി, കാണാം. ശരിയാണ്. ഇനിയിപ്പോ അടുത്ത ഫീസും എൻട്രൻസ് കോച്ചിങ് ഒക്കെ എങ്ങനെ നടത്താനാ? നമ്മൾ ആര് സഹായിക്കാനാ? സർക്കാരിനൊക്കെ നല്ല സഹായം നമുക്ക് കിട്ടുമോ? എടാ, നാളെ നമ്മുടെ കോച്ചിങ് സെന്ററിൽ ഒരു EWS ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്കറിയാം നിന്റെ മൈൻഡൊന്നും സെറ്റ് അല്ല, ഓക്കെ അല്ല എന്നുള്ളത്. എന്നിരുന്നാലും നീ ഒന്ന് വന്ന് ജസ്റ്റ് കേട്ടു നോക്ക്. ഒരു പക്ഷേ നിനക്കത് ഉപകാരപ്പെട്ടേക്കാം.
ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്ന് എന്നോട് നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞത് സംവരണത്തെ കുറിച്ചാണ്. എന്തിനാണ് സംവരണം? എപ്പോഴാണ് ഈ സംവരണം നടപ്പിലാക്കി തുടങ്ങിയത്? നൂറ്റാണ്ടുകളായിട്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു സിസ്റ്റം. പുറത്തേക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നത്. എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനായിട്ടുള്ള താല്പര്യം. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടേക്കാം. എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്റെ അധ്വാനത്തെ തോപ്പിക്കാൻ ഒരു സംവരണത്തിനും കഴിയില്ല. അടുത്ത തവണ കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഒരുപാട് മുന്നിൽ ഞാനെത്തും. എന്റെ വിജയം അതെന്റെ കഴിവ് മാത്രമല്ല.